ഗൈസ്, ഞങ്ങൾ യാഷുവിന്റെ കാത് കുത്താൻ പോവാണ്. ഈ കരച്ചിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ യാഷുവിന് വീട്ടിൽ നിൽക്കണ ഇഷ്ടമല്ല. പിന്നെ നേരെ നമ്മൾ വണ്ടിയിൽ കയറി പോകണം. അങ്ങനെ നമ്മൾ നമ്മളുടെ ജ്യോതിയേട്ടൻ്റെ വണ്ടിയിൽ കാത് കുത്താൻ പോവാണ് യാഷുവിൻ്റെ. ശരിക്കും നല്ല എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അവൾക്കറിയില്ലല്ലോ അവളെ വേദനിപ്പിക്കാൻ കൊണ്ടുപോകണമെന്ന്. ആൾ നല്ല ചിരിയും കളിയൊക്കെ ആയിരുന്നു ഓട്ടോയിലിരുന്നിട്ട്. സാധാരണ ഇവിടെ എല്ലാം 90-ൻ്റെ അന്നാണ് കേട്ടോ കാത് കുത്താറ്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഗുവിന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു അവൾ ഇരിക്കാനുള്ള പ്രായമാകുമ്പോൾ മടിയിലിരുത്തിയിട്ട് വേണം കാത് കുത്താനെന്ന്. അങ്ങനെ നമ്മൾ ജ്വല്ലറിയിലെല്ലാം എത്തി കേട്ടോ. വിബിയണ്ണും അമ്മയും കൂടെ അവിടെ നിന്ന് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ വെയിറ്റ് ചെയ്തിട്ട് കുറച്ച് നേരം അവിടെ നിന്നു. കുറ്റിക്കാടുള്ള സ്കൈ ഗോൾഡിലാണ് കേട്ടോ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. എടുത്തു പറയേണ്ടത് അവിടെയുള്ള കസ്റ്റമർ സർവീസാണ്. യാഷുവിന് അറിയില്ലല്ലോ അവളുടെ കാത് കുത്താൻ പോവുകയാണെന്ന്. അവൾ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. ആദ്യമെല്ലാം പോയിന്റ് എല്ലാം മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അല്ലേ ഗണ്ണടിക്കാൻ പറ്റുള്ളൂ. ഇതായിരുന്നു യാഷുവിൻ്റെ ഫസ്റ്റത്തെ റിയാക്ഷൻ കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ആ കരച്ചിലും പിഴിച്ചിലെല്ലാം മാറ്റിയിട്ട് ചിരിയൊക്കെ വന്നതിൻ്റെ ശേഷം റിലാക്സ് ചെയ്തിട്ടാണ് അടുത്ത കാത് കുത്താനുള്ളത് തുടങ്ങിയത്. ശരിക്കും അവൾ കരഞ്ഞപ്പോൾ നമുക്കും കൂടെ നല്ല വിഷമമായിട്ടോ, പാവല്ലേ. പക്ഷെ ഇതെല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ സങ്കടപ്പെട്ടാലും കുറച്ച് കഴിഞ്ഞ് നമുക്കും ഒരു സന്തോഷമാണ്, കാത് കുത്തിയാലോ. അങ്ങനെ രണ്ടാമത്തെ കാത് കുത്താൻ വേണ്ടിയിട്ടിരിക്കുകയാണ് കേട്ടോ. ഷൂട്ട് ചെയ്ത് അപ്പോൾ ഒരു നല്ല കരച്ചിലുണ്ടായിരുന്നെങ്കിലും അവൾ പെട്ടെന്ന് തന്നെ ഓക്കെ ആയിട്ടാ. മറ്റേത് അങ്ങനെയായിരുന്നല്ലോ, ആദ്യത്തെ കുത്തിയപ്പോൾ കുറേ ടൈം എടുത്തിട്ട് ഓക്കെ ആയത്. പിന്നെ ആൾ പിന്നെ ബലൂണൊക്കെ കിട്ടിയിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഞാൻ കുറച്ച് ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂക്കൂത്തി മേടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അത് റിംഗ് ടൈപ്പ് തന്നെ മേടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. ഇപ്പോൾ റീസെൻ്റ്ലി വന്നൊരാഗ്രഹമാണ്. അപ്പോൾ എന്തായാലും യാഷുവിൻ്റെ കാത് കുത്താൻ പോകുമ്പോൾ അതും കൂടെ ഒന്ന് എടുത്തിട്ട് വരണമെന്ന് വിചാരിച്ചത്. പക്ഷെ അവിടെ എൻ്റെ ഭാഗ്യവശാൽ നിർഭാഗ്യവശാൽ അതവിടെ ഉണ്ടായിരുന്നില്ല. ഈ ഒരു നിമിഷം ഞാൻ മൂക്കൂത്തിയത് ആലോചിക്കുകയായിരുന്നു. അതൊരു വലിയ കഥ. അതുകൊണ്ട് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം.